Zindabad! Muslim League Zindabad! Nishad March Zindabad! Nishad March Zindabad! സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ മുനിസിപ്പാലിറ്റി നടത്തുന്ന ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ, വ്യാജ പ്രചരണങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമേ മുക്കം നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചെയർമാനോടും CPM-നോടും പറയാനുള്ളത്, മുക്കം നഗരസഭ എന്ന് പറയുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽപ്പെട്ട ഒരു സ്ഥാപനം മാത്രമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് CPM-ന്റെ സ്വയംഭരണ സ്ഥാപനമാണെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തലക്കാലം മടക്കി കീശയിൽ വെച്ചാൽ മതി എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ നഗരസഭക്കകത്ത് എന്ത് തീരുമാനവും പാർട്ടി ഓഫീസിൽ നിന്നെടുത്ത് അത് നടപ്പിലാക്കി കളയാമെന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു മിഥ്യാധാരണയാണെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ഇവിടെ പുതിയ MLA വരികയും പുതിയ ഗവൺമെന്റ് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതറിയാത്ത ഭാഗത്തിലും മറ്റിലുമാണ് ചെയർമാനും ഭരണസമിതിയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളെ കൊണ്ട് ക്ഷാമരപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും UDF-ഉം ഈ നിയോജക മണ്ഡലത്തിനകത്തുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആദ്യമേ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോ, നിങ്ങളുടെ ചില പദ്ധതികൾ കാണുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, MLA-യെയും ഗവൺമെന്റിനെയും വകവെക്കാതെ മുമ്പോട്ട് പോകാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ആ ശ്രമത്തെ ചെറുക്കാൻ, രാഷ്ട്രീയമായി ചെറുക്കാൻ മുസ്ലിം ലീഗ് ഇവിടെ കരുത്തുണ്ടെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. നിയമങ്ങളെ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് മുക്കത്തെ ബാറാണ്. മുക്കത്തെ ബാറുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. പലപ്പോഴും ഇവിടെ തുടങ്ങിയിട്ടുള്ള ബാറുകളൊക്കെയും ഇവിടുത്തെ ജനകീയ പ്രതിരോധത്തിൽ പൂട്ടിപ്പോയിട്ടുള്ളതാണ്. മുക്കത്ത് എത്ര തവണയാണ് ബാറുകൾ തുടങ്ങിയിട്ടുള്ളത്, ബിവറേജ് ഔട്ട്ലെറ്റ്സ് തുടങ്ങിയിട്ടുള്ളത്. അതിനെതിരെയൊക്കെ അതിശക്തമായ സമരങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ ചില പ്രമാണിമാരുമായി ഒത്തുകളിച്ചുകൊണ്ട് മുൻ ഭരണസമിതിയുടെ ചില ആളുകൾ നടത്തിയിട്ടുള്ള കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇവിടെ പ്രിയപ്പെട്ട അന്നത്തെ കൗൺസിലറായ മണ്ഡലം സെക്രട്ടറി ഗഫൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ പ്രവർത്തിക്കേണ്ടതില്ലെന്ന് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനമെടുത്തു.
ആ തീരുമാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പുതിയ ചെയർപേഴ്സൺ അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് അനുമതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു തീരുമാനവുമായി നിങ്ങൾ മുമ്പോട്ട് പോയാൽ അതിന് അതിശക്തമായി ചെറുക്കാൻ മുക്കത്തെ മാത്രമല്ല മുക്കത്തെയും പരിസരത്തെയും ലഹരി വിരുദ്ധ സേന അതിശക്തമായിട്ടുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇവർ ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ. കേരളത്തിൽ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് പ്രിയപ്പെട്ട VD സതീശന്റെ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ബിവറേജ് ഔട്ട്ലെറ്റുകൾ മദ്യശാലകൾ നൽകുന്നതിന് വേണ്ടി ഇവിടെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നയം നമുക്കറിയാം. കേരളത്തിലെ യുവജനതയെ ആകെ നിശേഷം നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സമീപനവുമായാണ് കഴിഞ്ഞ 10 കൊല്ലക്കാലം പിണറായി വിജയന്റെ ഗവൺമെന്റ് പോയത്. യഥേഷ്ടം നമ്മുടെ പെട്ടിക്കടകളിൽ പോലും ലഹരി വസ്തുക്കൾ കിട്ടുന്ന രൂപത്തിൽ MDMA-യും അതുപോലെയുള്ള സിന്തറ്റിക് ലഹരികൾ എവിടെയും ലഭ്യമാകുന്ന തരത്തിലാണ് ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ മുമ്പോട്ട് പോയത്. കുടുംബങ്ങളാകെ തകർന്നു, സമൂഹമാകെ തകർന്നു. യുവജനതയുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോയപ്പോഴാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യ തീരുമാനം ലഹരി മാഫിയയെ പിടിച്ചുകെട്ടുമെന്നുള്ളതാണ്. കേരളത്തിന്റെ വീട്ടകങ്ങളിൽ സന്തോഷമുണ്ടാക്കി, ക്യാമ്പസുകളിൽ സന്തോഷമുണ്ടാക്കി, നാടുകളിൽ സന്തോഷമുണ്ടാക്കി. ആ തരത്തിലുള്ള തീരുമാനവുമായി ഗവൺമെന്റ് പോയി. എല്ലാ ആളുകളും അതുമായി സഹകരിച്ചു. ഇവിടെ ഇരിക്കുന്ന പോലീസ് സംവിധാനം കൃത്യമായിട്ട് അതിൽ ഇടപെടലുകൾ നടത്തി. ഇവിടെ ഇരിക്കുന്ന അതുപോലെ തന്നെ എക്സൈസ് സംവിധാനം അവരിതുകൊണ്ട് സഹകരിച്ചു.